റമദാന്റെ 30 തക്കുവങ്ങോട്ട് അഭിനയിച്ചോലൊക്കെ ശവ്വാൽ 1 ഏത് നാട്ടിലാന്ന് അള്ളാഹു ആയാലും. സുബഹിക്കൊക്കെ പള്ളിയിൽ ജമാഅത്തിന് ഫുള്ളായിട്ട് ആരാന്റെ സൊഫ് കയറി നിന്നോനൊക്കെ സ്വന്തം സൊഫ് സ്ഥിരം വരുന്നവർക്ക് കിട്ടുന്നത് ശവ്വാൽ 1, 2, 3 ദിവസം കൊണ്ട് തന്നെ തുടങ്ങും. അടുത്ത 11 മാസം ഒരു ജമാഅത്തിന്റെ ക്വാളിറ്റി പോലും പലരും കാണിക്കൂല. ഈ അസർ നമസ്കാരത്തിനൊക്കെ പള്ളി ഫുള്ളാ. ഞാൻ പറയലുണ്ട്, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു അസർ ജമാഅത്തിന് ആള് കൂടണേ ആ പള്ളിയിൽ ഒരു നിക്കാഹ് ഉണ്ടാവണം. എന്നാ ആൾക്കാരൊക്കെ നേരത്തെ വരും. ഞാൻ കുറ്റം പറയല്ല. തഖ്വ ഹാഉന, നെഞ്ചിൻ്റെ ഉള്ളിലാ. അവന്റെ പെരുമാറ്റത്തിൽ, ഇടപെടലുകളിൽ, സംസാരത്തിൽ, ഏതൊരു കാര്യത്തിലും ആ തഖ്വ പ്രകടിപ്പിക്കണം എന്നാ. സഹാബാക്കൾ അത് പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞ് സഹാബാക്കളൊക്കെ പ്രാർത്ഥനക്ക് തുടക്കം കുറിക്കുമ്പോൾ പിൻഭാഗത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ സ്വഹാബി എഴുന്നേറ്റ് ഓടുക. അള്ളാന്റെ ഹബീബ് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, സഹോദര, അള്ളാഹ് കാത്തിരിക്കുകയാ നിന്റെ ദുആ കേൾക്കാൻ. ഫദ്കുറൂനി, നിങ്ങൾ അള്ളാനെ ഓർക്കണം. ആ സ്വഹാബി പറഞ്ഞു, റസൂലേ, എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, എന്തിനാ? 3 ദിവസമായിട്ട് റസൂലേ ഞാൻ പട്ടിണിയാ, എൻ്റെ മക്കളും പട്ടിണിയാ. അതിന് ആ പട്ടിണി കിടക്കുന്ന എൻ്റെ മക്കള് ഞാൻ എൻ്റെ അയൽപ്പക്കത്തുകാരൻ്റെ ഈത്തപ്പഴം കൊലച്ചത് കണ്ടിട്ടുണ്ട്. ആ കൊലച്ച് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ പലതും എൻ്റെ മുറ്റത്തേക്ക് വീഴുന്നുണ്ട് നബിയെ. എൻ്റെ മക്കൾ എഴുന്നേൽക്കുന്നതിൻ്റെ മുൻപ് എനിക്ക് ആ ഈത്തപ്പഴം എടുത്തിട്ട് അവൻ്റെ പറമ്പിലേക്ക് നടണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു തഖ്വ. എൻ്റെ മക്കൾ ഹറാമ് തിന്നരുത്, പട്ടിണി കിടന്നാലും എന്നുള്ള തഖ്വ, സൂക്ഷ്മത. ഇന്ന് ഹക്കല്ലാത്ത പൈസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? ഇഞ്ച പട്ടിണിയൊന്നും ഇഞ്ച മക്കൾ അറിയരുത്, എൻ്റെ കുടുംബ റാഹത്തിൽ ജീവിക്കണം. ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനത്തെ തെരുവിൽ ഇങ്ങനെ പട്ടിണിയായിട്ടിരിക്കുമ്പോഴാ ഒന്നും കിട്ടാതാകുമ്പം ഒരു മുൻകാലഘട്ടത്തിൽ ഒരു അടിമ അദ്ദേഹത്തിന്റെ മുൻപിലൂടെ കടന്നു പോകുന്നത്. ആ അടിമയായ മനുഷ്യന്റെ അരയിൽ ഒരു പാലിന്റെ കുപ്പി കണ്ടപ്പം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഹോദര, അല്പം പാൽ എനിക്ക് തരുമോ? അദ്ദേഹം അതെടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് ഒഴിച്ചെടുത്തു. റാഹത്തോടുകൂടി ഒരു കവിൾ അദ്ദേഹം കുടിച്ചു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ ചിലർ ചോദിച്ചു, അബൂബക്കറെ, ആ പാല് ഹറാമോ ഹലാലോ എന്ന് വേർതിരിച്ചീനോ? അബദ്ധം പറ്റിയ സിദ്ദീഖുൽ അക്ബർ ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ ഓടി അദ്ദേഹം പിടിച്ചു നിർത്തി ചോദിച്ചു, നിനക്ക് ഈ പാൽ എവിടുന്ന് കിട്ടിയതായിരുന്നു? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അബൂബക്കർ, എനിക്ക് ജാഹിലിയത്തിൽ ഒരു സ്വഭാവമുണ്ട്. ഞാൻ കണ്ണു ചുമ്മിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയും, ചിലപ്പോൾ അത് സത്യമായി വരും. ഒരു ജ്യോത്സ്യപ്പണി. അങ്ങനെ ഞാൻ പറഞ്ഞൊരു വിഷയം സത്യമായി വന്നപ്പോ അത് വിശ്വസിച്ച ഒരാൾ എനിക്കൊരു ആട്ടിൻകുട്ടീനെ തന്നു പാരിതോഷികമായി. ആ ആട്ടിൻകുട്ടി വലുതായി പ്രസവിച്ചു. ആ ആട്ടിൻകുട്ടിയുടെ കുഞ്ഞിന്റെ പാലാണ് അബൂബക്കറെ നിങ്ങൾക്ക് ഞാൻ തന്നത്. അത് കേട്ട സെക്കൻഡിൽ തലക്ക് കയ്യും കൊടുത്ത് കുനിഞ്ഞിരുന്ന് 2 വിരലുകൾ തൊണ്ടയിലേക്ക് ഇട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിച്ച് കണ്ണു തുറിച്ച് രക്തം വായിലൂടെ വരുന്നത് കണ്ടപ്പം റസൂലിന്റെ സഹാബാക്കൾ ഓടി അള്ളാന്റെ ഹബീബിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഓടിക്കതച്ചു വന്ന അള്ളാന്റെ ഹബീബ് സിദ്ദീഖുൽ അക്ബറിന്റെ തോളത്ത് 2 തട്ട് തട്ടിയിട്ട് ചോദിച്ചു, മാതാ അസാബക യാ അബൂബക്കർ, അബൂബക്കറെ, എന്താ അങ്ങക്ക് പറ്റിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിന്റെ കാൽമുട്ടുകളിലേക്ക് നെറ്റി ചേർത്ത് വെച്ച് ആ നെറ്റി കൊണ്ട് 2 അടി റസൂലിന്റെ കാലിന് കൊടുത്തിട്ട് പറഞ്ഞു, അബദ്ധം പറ്റി നബിയേ, പട്ടിണി കൊണ്ടോ ദാഹം കൊണ്ടോ ഞാൻ ആ പാല് കുടിച്ചുപോയി റസൂലേ. ആ ഹറാമായ പാല് അബൂബക്കറിന്റെ രക്തമായി മാറുന്നതിന്റെ മുൻപ് എന്റെ വായിലൂടെ അതൊന്ന് പുറത്ത് കളയാൻ അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യണേ റസൂലേ. അല്ലാഹുമ്മ അഇന്നി, എന്നെ ഒന്ന് സഹായിക്ക് റബ്ബേ. എൻ്റെ ആ പാല്, എൻ്റെ ആ മാശയം കടക്കാതെ എൻ്റെ വായിലൂടെ പുറത്തേക്ക് പോണേ, പുറത്തേക്ക് കളയണേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത്ര സൂക്ഷ്മത സാമ്പത്തിക രംഗത്ത് അവർ തഖ്വ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്ന് ആ തഖ്വ ഉൾക്കൊള്ളാത്തവർക്ക് പടച്ചോൻ ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ? സ്വന്തം മുതലിൽ ഹക്ക് ചെയ്ത് ബാത്തിൽ ചെയ്ത് എന്നുള്ള ഒരു ഉറപ്പ് കിട്ടൂല. എൻ്റെ മുതൽമൽ എന്തൊക്കെയാപ്പം ബാത്തിലായത്? ഞാൻ മക്കൾക്ക് തിന്നാൻ കൊടുത്തതിൽ ഹക്കല്ലാത്തതുണ്ടോ? ഞാൻ ഭാര്യക്ക് തിന്നാൻ കൊടുത്തതിൽ ഹക്കല്ലാത്തതുണ്ടോ എന്നുള്ള ഒരു ഉറപ്പ് കിട്ടൂല. നമ്മളതിനെ ന്യായീകരിക്കുക ചെയ്യുക. ആരാപ്പ ചെയ്യാത്ത, ആരാപ്പം വാങ്ങാത്ത, ആരാപ്പ അതൊക്കെ നോക്കുന്നത്, എല്ലാവരും ഇപ്പം അതൊക്കെ നോക്കിയിട്ടാ ഉണ്ടാക്കുന്നത്. ഈ ന്യായീകരണം തഖ്വല്ലാത്തവൻ്റെ ലക്ഷണമാണ്. മറ്റുള്ളവർ ചെയ്യുന്നത് എന്നല്ല, എനിക്ക് പടച്ചോനെ എൻ്റെ തഖ്വയോടുകൂടി മുൻപോട്ട് പോകാൻ, എൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്തോടുകൂടി മുൻപോട്ട് പോകാൻ റബ്ബിനോട് ചോദിക്കണം. കാരണം തഖ്വ എന്തിനും തഖ്വല്ലെങ്കിൽ, നമ്മൾ ഈ നമസ്കരിച്ച ളുഹർ നിസ്കാരം പോലും തഖ്വല്ലെങ്കിൽ ഈ അഭിനയം, ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ വെറുതെ ആയി പോകും. അള്ളാഹ് അവരെ പറ്റിയാ പറഞ്ഞത്, ആമിലത്തു നാസിബ തസ്ലാ നാറുൻ ഹാമിയ. ഒരുപാട് അധ്വാനിച്ച കണക്കുമായിട്ട് അവർ എൻ്റെ അടുത്ത് വരും, പക്ഷെ അവർക്ക് ഞാൻ നരകം മാത്രമേ കൊടുക്കൂ. കാരണം കൈ കെട്ടിയപ്പം ഓല മനസ്സ് വേറെവിടെയോ, സലാം വിട്ടുമ്പോഴും ഓല മനസ്സ് വേറെവിടെയോ, ഓല് നോമ്പ് വെൽക്കുന്നുണ്ടെങ്കിലും ഓല ജീവിതം വേറെവിടെയോ, ഓല് ഖുർആൻ ഓതുന്നുണ്ടെങ്കിലും ഓല ജീവിതം വേറെവിടെയോ. അതുകൊണ്ട് അധ്വാനിച്ചതിൻ്റെ കണക്ക് എന്നോട് അവർക്ക് പറയാമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും തഖ്വയില്ലായ്മ കൊണ്ട്
അവരെ ഇബാദത്തുകളിൽ പലതും നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ആ തഖ്വ റബ്ബിനോട് ചോദിക്കണം. അത് ആളെ കാണിക്കാനല്ല. ഇന്ന് നമ്മൾ പറയലുണ്ട് കാണാൻ നല്ല തഖ്വ ഉണ്ടാവും, പക്ഷേ സ്വഭാവത്തിൽ ഒരു തഖ്വ ഉണ്ടാവില്ല. മറ്റൊരാളെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നിടത്തും ഒരു തഖ്വ ഉണ്ടാവില്ല. ഒരാളുടെ ഏറ്റവും വലിയ തഖ്വ എന്താണെന്നറിയോ? നമ്മൾ കാരണം ഒരാൾ സങ്കടപ്പെടാണ്ടിരിക്കല. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണത്. ഞാൻ കാരണം വേറൊരാൾ സങ്കടപ്പെടരുത്. നിങ്ങൾ കുടുംബത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു നോക്കൂ. നിങ്ങളെ ഭാര്യമാരോട് പറഞ്ഞു നോക്കൂ, നമ്മൾ കാരണം മറ്റൊരു മനസ്സ് വേദനിക്കരുതെന്ന്. എത്ര കുടുംബ പ്രശ്നം ക്ലിയറായി കിട്ടുമെന്നറിയോ? എത്ര പേരുടെ നാവുകൊണ്ടാണെന്നറിയോ കുടുംബ പ്രശ്നമെന്ന്? ഇന്നൊക്കെ ചിലർ നാട്ടു പറയലില്ലേ, മൂപ്പത്തി നല്ല ഖുർആൻ ക്ലാസ് കയറ്റിയ, എന്നാലോ മരുക്കളോട് പറയുന്ന വാക്ക് കേട്ട, വായിലെ നാവ് തുറന്ന ഇത്രക്ക് മോശം ആള് വേറല്ല. ചില ഭർത്താക്കന്മാരെ പറ്റി സ്ത്രീകൾ പറയലില്ലേ, ആള് നല്ല പിയാപ്പയാ, നിസ്കാരം നോമ്പും ഒക്കെ ക്ലിയറാ, പിന്നെന്താ കുഴപ്പം? ലോട്ട സ്വഭാവ, മൂക്കത്ത ദേഷ്യം, തെറി പറയും, കെട്ടിയ പെണ്ണിനെ തല്ലാൻ കയ്യോങ്ങും, തല്ലും. എന്നാൽ ഭയങ്കര തഖ്വയായിരിക്കും ജനങ്ങളുടെ ഇടയിൽ കാണാൻ. ഇന്ന് ആളുകൾക്ക് തഖ്വയൊക്കെ ഒരു ചിഹ്നം മാത്രമാണ്, തഖ്വന്റെ കോലം മാത്രമേ ഉള്ളൂ. ക്യാഷിലിരിക്കുന്നവന്റെ രൂപം കണ്ടിട്ട് ആൾക്കാർ പറയും പറ്റിക്കൂല എന്ന് തോന്നുന്നു, നല്ല തഖ്വണ്ട്. ഓനായിക്ക് ഏറ്റവും കൂടുതൽ വെട്ടിപ്പും നടത്തുന്നത് ആളുകൾ. ഞാൻ കുറ്റം പറയല്ല, തഖ്വ എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. ഞാനൊരു ഉദാഹരണം പറയലുണ്ട്. ഈ ഭാര്യമാരെ പിരിഞ്ഞിരിക്കാൻ ഇസ്ലാമിൽ 4 മാസത്തിലധികം തെളിവില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സൈന്യാധിപന്മാരായ ജോലിക്ക് പുറപ്പെടുന്ന പടയാളികളുടെ ഭാര്യമാര് സങ്കടം വന്നു പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമറേ, ഞങ്ങളെ ഭർത്താക്കന്മാര് സൈന്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ 4 മാസത്തിലൊക്കെ അധികം വർഷങ്ങളോളം അവർ അതിൽ തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കൽപ്പന കൊടുത്തു, കെട്ടിയ ഭാര്യമാരെ 4 മാസത്തിലധികം പിരിഞ്ഞിക്കാൻ പാടില്ല. ഈ ഒരൊറ്റ ഹദീസെ ചില മക്കൾ പഠിക്കലുള്ളൂ. ഭയങ്കര മുത്തൊക്കെയൊക്കെ ആയിരിക്കും നിസ്കരിക്കാനും നോമ്പ് വെക്കാനും ഒക്കെ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ 3-ാമത്തെ മാസവും പെണ്ണുങ്ങളെ ഗൾഫ് കൊണ്ടുപോകും. എന്താ? അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൗലുണ്ട്, പെണ്ണുങ്ങളെ പിരിഞ്ഞിരിക്കാൻ പാടില്ല. ആ കുണ്ടോന്ന് ഓൻ്റെ വാപ്പയും ഈ നാട്ടിൽ ഒറ്റ കുഴന്നെടുക്കുകയും. ഈ വാപ്പനെയും ഇവനെയും നോക്കാൻ എത്ര ദിവസത്തെ തെളിവുണ്ട്? ഒരൊറ്റ ദിവസം വിട്ടുക്കാൻ തെളിവില്ല. ഒരു ദിവസം യുദ്ധത്തിന് വന്ന സ്വഹാബത്തിനോട് റസൂലുള്ള ചോദിച്ച, ഹയ്യ വാലിദാക്ക, വാപ്പയമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ, ഫർജ്, മടങ്ങിപ്പോ. നാട് വിടാൻ വന്ന സ്വഹാബിയോട് റസൂലുള്ള ചോദിച്ചു, ഹയ്യ വാലിദാക്ക, എന്റെ വാപ്പയമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ, ഫർജ്, തിരിച്ചു പോ. സ്വന്തം വാപ്പനെയും നാട്ടിൽ ഒറ്റക്ക് നോക്കാൻ ആളില്ലാണ്ട് ഓൻ ആകെ പഠിച്ച ഹദീസ് എന്താണെന്നറിയോ? തഖ്വന്റെ ഹദീസ്. കെട്ടിയ പെണ്ണുങ്ങളെ 4 മാസത്തിലധികം പിരിഞ്ഞിക്കാൻ പാടില്ല. എത്ര ഉമ്മയും വാപ്പയും ആ നാട്ടിൽ കൂടെ സങ്കടപ്പെട്ട് നടക്കുന്നത്. 5 വക്ത് നിസ്കരിക്കുന്ന മക്കൾക്ക് ഉമ്മന്റെയും വാപ്പന്റെയും സങ്കടം അറിയാൻ പറ്റുന്നില്ലേ? ഈ കാട്ടിക്കൂട്ടലൊക്കെ തഖ്വയല്ല എന്ന് അള്ളാഹ്ക്കറിയാം, നാട്ടുകാർക്ക് പോലും അറിയാം. ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര പേരായിരിക്കും, പക്ഷെ ഉമ്മനെ നോക്കൂല, വാപ്പനെ നോക്കൂല. ഓല നോക്കുന്നതിന് വലിയ കണക്കുമായിരിക്കും. ഞാൻ പറയലുണ്ട്, 5 മക്കൾ അമ്മക്കും വാപ്പക്കും നോക്കുന്നതിന് ഒരു കണക്കുമില്ല. ഞാനിപ്പോൾ എനിക്ക് 4 മക്കളുണ്ട്, 4 എണ്ണം നോക്കിയതിൻ്റെ കണക്ക് ഞാനിപ്പോൾ എത്ര കൊല്ലമായി നോക്കുന്നത്? മൂത്തതിന് 10-ാം ക്ലാസ്സിലെത്തി, 15 വയസ്സായി. ഞാൻ ഇക്കാലം വരെ കണക്ക് വെച്ചിട്ടില്ല. 15 കൊല്ലൻ്റെ മോളെ നോക്കിയതിന് ഒരു കണക്കും ഞാൻ വെച്ചിട്ടില്ല. എനിക്കത് ഭാരമായിട്ട് തോന്നിയിട്ടുമില്ല. പക്ഷേ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഉമ്മാനെ 3 മാസം നോക്കുമ്പോഴേക്കും മക്കൾക്ക് കണക്കാ. 3 മാസം അപ്പോഴേക്ക് തുടങ്ങും, മൂത്തം കൊണ്ടുപോയില്ല, ഇളവൻ കൊണ്ടുപോയില്ല, ഓക്കെന്താ കൊണ്ടുപോയാലും വെക്കെന്താ കൊണ്ടുപോയാലും എനിക്കൊറ്റക്കാവൂല. പിന്നെ കണക്കാ. അത് മഹപ്പാര് പറയുകയും ചെയ്യും, നിങ്ങളോട് പറയൂല, പടച്ചോനോട് പറയും. ഒരൊറ്റെണ്ണത്തിന് നോക്കുന്നതിന് ഞാൻ കണക്ക് പറഞ്ഞില്ല ഇന്നും റബ്ബേ, പക്ഷെ ഞങ്ങളെ നോക്കുന്നതിന് നിങ്ങളൊക്കെ കണക്ക് പറഞ്ഞതാണ്. ആ കണക്ക് പടച്ചോനോട് വാപ്പയമ്മയും പറഞ്ഞ, എൻ്റെ നെറ്റിത്തടത്തുമ്പോൾ എത്ര നിസ്കാരത്തയം ഉണ്ടായാലും, നാട്ടിൽ ഏത് ഖുർആൻ ക്ലാസ്സിൽ ഇങ്ങി പോയി പഠിച്ചാലും, അവര് വക്തിന് പള്ളിയിലെത്തിയാലും പടച്ചോൻ തരൂല സമാധാനം, അല്ല തരൂല സ്വസ്ഥത. കാരണം തഖ്വ എന്ന് പറഞ്ഞാലേ അത് നെഞ്ചിൻ്റെ ഉള്ളിലാ, ഹൃദയത്തിൻ്റെ ഉള്ളിലാ. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവന് പ്രകടിപ്പിക്കാൻ പറ്റണം. അത് ചോദിക്കണം റബ്ബിനോട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ, എനിക്ക് ഭയഭക്തി വേണം. 3-ാമത്തേത് വൽ അഫാഫ, പടച്ചോനെ എനിക്ക് പരിശുദ്ധി അഥവാ വിനയം, വിവേകം വേണം. എനിക്ക് വിനയം വേണം റബ്ബേ. ആ രീതിയിലുള്ള ഒരു വിനയ മനസ്സെനിക്ക് ഉണ്ടാവണം. ഇന്ന് ഞാൻ പറയാറുണ്ട്, പൈസയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, ഒരു വിനയ മനസ്സ് അപൂർവം ചിലർക്കേ ഉണ്ടാവും. ഇന്ന് ചില മനുഷ്യന്മാർക്ക് 2 അർത്ഥത്തിലാണ് ഉണ്ടാകുക വിനയല്ലായ്മ. ഒന്ന്, പൈസ കൂടിയാൽ ചിലർക്ക് ലെവല് വിടും, അഹങ്കാരം കൂടും, അവന് സ്വയം തോന്നും ഹുസ്തഗന, ഞാൻ തിരക്കേടില്ല. ഇന്ന് ചില തറവാട്ടുകാർ കാണിക്കലില്ലേ, എല്ലാവരും എൻ്റെ മുൻപിലിരിക്കണം, എൻ്റെ കേൾക്കണം, എന്നെ ആദരിക്കണം, എൻ്റെ സലാം അടക്കണം. ആ ഒരു കിബിറത്തരുണ്ടാവും മനസ്സിൽ. അത് അവരുടെ പെരുമാറ്റത്ത് പോലും ഉണ്ടാവും, ഏത് ഘട്ടത്തിലും. ഞാൻ പറയലുണ്ട്, ഈ റമദാനിൻ്റെ തൊട്ടു മുൻപ് ഒരു ഉമ്മ പറഞ്ഞ സങ്കടമുണ്ട്. കുറേ കാലം ആ തറവാട്ട് പണിയെടുത്തതാ. അവസാനം ഇപ്പം മക്കളൊക്കെ വലുതായപ്പോൾ, അത്യാവശ്യമായപ്പോൾ ആ ജോലി കഴിയാത്തതുകൊണ്ട് നിർത്തി. റമദാൻ്റെ 1 ആ തറവാട്ടിലെ പുരക്കാരത്തി വിളിച്ചിട്ട് പറഞ്ഞു, ജമീൽ താ, നിങ്ങൾക്കൊരു കിറ്റ് ഉണ്ട്, നിങ്ങൾ വന്ന് എടുത്തുകൊണ്ടുപോയിക്കോളൂ വേണ്ടിയെന്ന്.
അപ്പം അമ്മയും വിചാരിച്ച അൽഹംദുലില്ലാ നോമ്പ് കഴിഞ്ഞുവിടാൻ ഒരു കിറ്റ് കിട്ടല്ലേ. എങ്ങനെയൊക്കെയോ ആ വെയിലത്ത് വെച്ച് തറവാട്ടിലെത്തിയപ്പോൾ ആ പൊരക്കാരത്തി പറയാം, ഞങ്ങൾ വന്ന സ്ഥിതിക്ക് മുറ്റം ഒന്ന് അങ്ങ് അടിച്ചാളി, പാത്രമൊക്കെ ഒന്ന് കയ്യച്ചാളി, എന്നിട്ട് കിറ്റ് എടുത്ത് പോയിക്കോളി. ഈ ഒരു അഹങ്കാര മനോഭാവം പലരുടെ മനസ്സിലുണ്ട്. അത് ചെയ്യണം, ഒൻ്റെ മുമ്പിൽ വരണം, ഇങ്ങനെ ആവണം. ഇത് തറവാട്ടുകാർക്കും ഉണ്ട്, ഇനി തറവാടില്ലാത്തവർക്കും ഉണ്ട്. എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല. ചിലർക്ക് പൈസ കൂടിയാൽ കിബറ് കൂടും, ചിലർക്ക് പൈസ കൂടിയാൽ വിനയം കൂടും. ഇതിലേത് വർഗത്തിലാണ് നമ്മളെന്ന് ചിന്തിക്കണം. ചിലർക്ക് പൈസ കുറഞ്ഞാൽ അഹങ്കാരം കൂടും, പൈസ ഇല്ലെങ്കിലും അഹങ്കാരം കൂടും. അള്ളാന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരുന്നതിന്റെ തൊട്ടു മുൻപ് ജനങ്ങളെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു അടയാളം എന്താണെന്നറിയോ? ആഇലുൽ മുസ്തക്ബിർ, അഹങ്കാരികളായ ദരിദ്രന്മാരായിരിക്കും. 5 പൈസക്ക് ഗതിയില്ലെങ്കിലും കിബറിനൊരു കുറവുണ്ടാവില്ല. ഞാൻ പറയലുണ്ട്, നാട്ടുകാർ പിരിവിട്ടിട്ടായിരിക്കും പെൺകുട്ടീൻ്റെ കല്യാണം നടത്തുന്നത്. തലേന്ന് ഗാനമേള ഉണ്ടാവും, അന്ന് വീഡിയോഗ്രാഫറും ഉണ്ടാവും. അഹങ്കാരത്തിനൊരു കുറവുണ്ടാവില്ല. വാപ്പന്റെ നയിപ്പോണ്ട് ജീവിക്കുന്ന ചില മക്കളുണ്ട്, ഒരു പണിക്ക് പോവില്ല, പക്ഷെ ഓന്റെ സ്വപ്നം എന്താണെന്നറിയോ? 1.5 ലക്ഷം റുപ്യന്റെ ഐഫോണ്. ഇങ്ങനെ അഹങ്കാരം കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പം നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചോന്നാ. ഇന്ന് പലർക്കും വലിയ വീടും സൗകര്യം ഉണ്ടാവും, ഒരു നല്ല മനസ്സുണ്ടാവില്ല, വിനയം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നോക്കൂ, നിങ്ങൾ കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാനെയും ഒരുപോലെ റസൂലുള്ള സ്നേഹിച്ചു. ഇന്ന് ചിലർക്ക് ലോക്യം കൂടണേ ആ പവറിലുള്ളവർ എന്നെ വരണം, ആ തറവാടുള്ളവർ എന്നെ വരണം. ഞാൻ പറയലുണ്ട്, കല്യാണ വീട്ടിക്ക് ചെന്നാൽ പോലും ക്ഷണിച്ചിട്ട് എല്ലാവരും പോകുന്നതെങ്കിൽ നമ്മളെ തൊട്ടു മുൻപിലുള്ളവൻ അത്യാവശ്യം പവറിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തരക്കേടില്ലാത്തൊരു തറവാട്ടുകാരനാണ്. ക്ഷണിച്ചുണ്ടോയ പൊരക്കാരൻ കൈ പിടിച്ച് സലാം പറഞ്ഞ് ഭക്ഷണ ഹാളിൽ കൊണ്ട് ചിരുത്തിയിട്ട് കോരി കൊടുക്കുന്നവനോട് അറിയും, നമ്മളെ അങ്ങൊന്ന് നോക്കണം കേട്ടോ കാര്യമായിട്ട് എന്ന്. അതിൻ്റെ ബാക്കിൽ സാധാരണക്കാരൻ നാട്ടിൽ കൈക്കോട്ടെത്തുന്ന 53 മക്കളും പോകുകയാണെങ്കിലോ നിന്നെടുത്ത് നനങ്ങാതെ പറയും, തിന്നിട്ട് പോയാൽ മതി കേട്ടോ എന്ന് കൈത്തോണ്ട് ആംഗ്യം കാണിക്കും. മനുഷ്യന്റെ സ്വഭാവം പോലും അവൻ്റെ പവറും ദർജയും അനുസരിച്ചിട്ടാണെങ്കിൽ അള്ള തരുന്നത് ആ വിനയം. അത് പടച്ചവനോട് ചോദിക്കണം, റബ്ബേ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കിബറുണ്ടാക്കരുത്, എനിക്കൊരു വിനയം വേണം, എനിക്ക് അത്രയും ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാകാൻ പറ്റണം. ആ വിനയം, ആ താഴ്മ, അത് ദുനിയാവിൽ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നവർക്ക് അള്ള കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള ആളുകളെ പടച്ച റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട്, ദുനിയാവിൽ ഇന്നാക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ള ഏറ്റവും വില മതിക്കുന്നത് ദുനിയാവിൽ പടച്ചോൻ എന്തൊക്കെ കൊടുത്തിട്ടും അതുകൊണ്ടൊക്കെ വിനയം കാണിച്ച് അള്ളാന്റെ അരികിലേക്ക് മനസ്സുകൊണ്ട് ചേർന്ന് നിന്നോനാ. ഇന്ന് ചിലരുടെ വാക്കും നോക്കും മതി നമ്മൾ സങ്കടപ്പെട്ടു പോകാൻ, ചിലരുടെ കിബറ് മതി നമ്മൾ സങ്കടപ്പെട്ടു പോകാൻ, ചിലരുടെ ആ ശൈലിയും ആ ദേഷ്യവും ഇതൊക്കെ മതി നമ്മൾ വലിയ ബേജാറായി പോകാൻ. റസൂലുള്ളാന്റെ കാലഘട്ടത്തിന് ശേഷമുള്ളൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രം. ആരാ ഉമർ റളിയല്ലാഹു അൻഹു? ജാഹിലിയ കാലഘട്ടത്തിൽ കൊന്നൊടുക്കപ്പെട്ടവന്റെ വിരലുകൾ മുറിച്ചു മാറ്റി അത് മാലയായി കഴുത്തിൽ ധരിച്ച് മക്കയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പം ഒരു ഇല പോലും അനങ്ങാൻ ഭയപ്പെട്ടിരുന്നു. അന്ന് ഉമറിന്റെ കാര്യത്തിൽ ഉമറിന്റെ മുഖം കാണുമ്പോഴേക്കും സർവ്വ വീടുകളിലെയും ആണും പെണ്ണും വാതിലടച്ചിരുന്നു എന്നുവരെ ജാഹിലിയ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ ചരിത്രം. രാത്രികാലങ്ങളിൽ വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് ഗോതമ്പ് ചാക്ക് ചുമലിലെടുത്ത് കയറി ചെന്ന് കൊടുത്തിരുന്ന അമീറുൽ മുഅ്മിനീൻ, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ മരിച്ചാൽ ഞാൻ എന്തെന്റെ റബ്ബിനോട് പറയുമെന്ന് ചോദിച്ച് നട്ടപ്പാതിര നേരെ തിറങ്ങി നടന്ന് ഒട്ടക കുഞ്ഞുങ്ങൾക്ക് പോലും വെള്ളമുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് കയറി വരുമ്പം അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട്, ഉമറാണ് ഇസ്ലാമിന്റെ വാതിൽ. ആ വാതിൽ തകർക്കപ്പെടുമ്പോൾ ഇസ്ലാം നശിക്കാൻ തുടങ്ങും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ റസൂലുള്ള പറഞ്ഞു, ഉമറേ, നീ എങ്ങാനും ഒരു വഴിയിൽ കയറിയാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ മടിക്കും ഉമർ. അത്രക്ക് പേടിയാണ് ഉമറേ നിന്നെ. ആലോചിച്ചു നോക്കൂ, അന്നത്തെ 21 രാജ്യങ്ങളെ, മക്കയും മദീനയും ഷാമും സിറിയയും എത്യോപ്യയും ലബനാനും മിസ്റും അടക്കം കിസ്ര ചക്രവർത്തിമാരുടെ കീഴിലുണ്ടായിരുന്ന 21 രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിച്ച് ഒരു തെറ്റലുകളുമില്ലാതെ, ഒരു വേർതിരിവുമില്ലാതെ, ഒരു ജാതീയതയും കാണിക്കാതെ, ഒരു വർഗവ്യത്യാസവും കാണിക്കാതെ 21 രാജ്യങ്ങളെ ഒരു ഭരണത്തിന്റെ കീഴിൽ ഏകോപിപ്പിച്ച് ഭരിച്ച ദ അൾട്ടിമേറ്റ് ഹീറോ, അൾട്ടിമേറ്റ് ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മഹാത്മാ ഗാന്ധിജി പോലും ഒരിക്കൽ പറഞ്ഞത്, ജാതീയതയും വർഗവെറിയും വർണ്ണവെറിയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കീജാതിയും ബ്രാഹ്മണനും മറ്റുള്ള വർഗങ്ങളുമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഉമറിനെ പോലെ ഒരു ഭരണാധികാരി വന്നിരുന്നെങ്കിൽ ഈ രാജ്യം എന്നോ ജനങ്ങൾക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കുമായിരുന്നു എന്ന് ഗാന്ധിജിയെ കൊണ്ടുപോലും പറയിപ്പിച്ച അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് കുത്തുകിട്ടുന്ന ഒരു രംഗമുണ്ട്.
മദീന പള്ളിയിൽ നിന്ന് കുത്തു കിട്ടുമ്പം കൊടലടക്കം അദ്ദേഹത്തിൻ്റെത് പുറത്തേക്ക് ചാടും. വേദന കൊണ്ടും വെപ്രാളം കൊണ്ടും വയറ് പൊത്തിപ്പിടിച്ച് സഹാബാക്കൾ സങ്കടം പറഞ്ഞ് ചുറ്റും കൂടി നിൽക്കുമ്പം ആതിക ബീവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറയും, സഹാബത്തെ പോയി നിസ്കരിച്ചിട്ട് വരി, സുബഹി ജമാഅത്ത് ഖളാക്കരുത്, നിസ്കരിച്ചിട്ട് വാ. സഹാബാക്കൾ വേഗം സുബഹി നിസ്കരിച്ച് ഉമറിന്റെ അരികിലേക്ക് എത്തി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ അടയാൻ തുടങ്ങിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വയറിങ്ങനെ പൊത്തിപ്പിടിച്ച് സഹാബത്തിനോട് പറയും, സഹാബാക്കളെ എനിക്കൊരു വസിയത്തുണ്ട്, എനിക്കൊരു അന്ത്യ അഭിലാഷമുണ്ട്. സഹാബത്ത് ചോദിച്ച്, എന്തേ ഉമർ? ഞാൻ മരിച്ചാൽ, ഏത് നിമിഷവും ഞാൻ മരിക്കും, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തെടുത്ത് നിങ്ങൾ ആയിഷത്തു സിദ്ദീഖയുടെ വീട്ടിൻ്റെ വാതിൽക്കൽ കൊണ്ടുവെക്കണം. നമ്മളെ ഉമ്മ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിന്റെ വാതിൽക്കൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോയി കിടത്തണം. ആയിഷ ബീവി ഇതാരുടെ മയ്യത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തണം, ഖത്താബിന്റെ മകൻ ഉമറിന്റെ മയ്യത്താന്ന് പറയണം. ഒരിക്കലും അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ മയ്യത്താണെന്ന് പറയരുത്, ഖത്താബിന്റെ മോൻ ഉമറിന്റെ മയ്യത്താണ് ഇത് കിടത്തിയത് എന്ന് പറയണം. എന്തിനാണ് ഇവിടെ കിടത്തിയതെന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ടി നിങ്ങൾ വിനയത്തോടെ ആയിഷത്തു സിദ്ദീഖയോട് ചോദിക്കണം. ഈ ഖത്താബിന്റെ മകന് വലിയ ആഗ്രഹമായിരുന്നു അള്ളാന്റെ ഹബീബിന്റെയും സിദ്ദീഖിന്റെയും അടുത്ത് തന്നെ കിടക്കാൻ. അതുകൊണ്ട് ആയിഷത്തു സിദ്ദീഖ, നിങ്ങൾ അനുവാദം തന്നാൽ നിങ്ങളെ വീടിന്റെ അകത്തുള്ള റസൂലിന്റെയും സിദ്ദീഖിന്റെയും ഖബറിന്റെ അരികിൽ ഒരാറടി മണ്ണ് ഈ ഉമറിനും കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കണം. ആയിഷത്തു സിദ്ദീഖ അനുവാദം തന്നാൽ അവിടെ നിങ്ങൾ എന്നെ മറമാടിയേക്കണം. പക്ഷേ ആയിഷ അനുവാദം തന്നിട്ടില്ലെങ്കിൽ ആയിഷ ബീവിനെ പിന്നൊരിക്കലും കുറ്റം പറയാതെ നിങ്ങൾ എൻ്റെ മയ്യത്തെടുത്ത് ബഖയുൽ അർക്കദ് എന്ന പള്ളിപ്പറമ്പ് കൊണ്ടുപോയി അടക്കിയേക്കണം. അനുവാദം തന്നാൽ മാത്രം നിങ്ങൾ എൻ്റെ ഖബറിനെ ആയിഷ ബീവിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ റസൂലിൻ്റെയും സിദ്ദീഖിൻ്റെയും അടുത്ത് തന്നെ കുഴിച്ച് മറമാടണം. ആവശ്യം കേട്ടപ്പോഴേക്കും സിദ്ദീഖുൽ അക്ബറിൻ്റെ മകൾ ആയിഷ ബീവി നെഞ്ചു പൊട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഉമറിനെ അടുത്ത് കിട്ടാൻ. ആയിഷ ബീവിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇന്നും ആ ഖബർ അവിടെ ഉണ്ട്. ആ ഖബറിലേക്ക് ഉമറിനെ ഇറക്കി വെക്കുമ്പം ആയിഷ ബീവി പറഞ്ഞു, അള്ളാഹിൻ്റെ ഹബീബ് ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിൽ ഇനിയൊരു പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ ഉമർ, അള്ളാഹു ഉമറിനെ അല്ലാതെ മറ്റൊരാളെയും തെരഞ്ഞെടുക്കില്ലായിരുന്നു. അതുകൊണ്ട് ഉമറും കിടക്കട്ടെ എൻ്റെ വാപ്പൻ്റെയും എൻ്റെ ഹബീബായ റസൂലിൻ്റെയും അരികിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരെ, എന്തൊരു വിനയം അല്ലേ! ആരാന്ന് ഉമർ? ഇന്ന് അത്രയൊന്നും വേണ്ട, 10 സെന്റ് അധികം ഉണ്ടായാൽ മതി. കിബിറിന്റെ തലക്കന. എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയണില്ല. ആളും തരവും നോക്കിയിട്ട് സ്വഭാവം കാണിക്കുന്നവർ. വിനയം പടച്ചോൻ തരേണ്ടതാ. അത് എത്ര ഉന്നതിയിലെത്തിയാലും പടച്ചോൻ തരേണ്ടതാ വിനയം. അള്ളാഹിനോട് ചോദിക്കണം, റബ്ബേ എനിക്കൊന്നുമില്ലെങ്കിലും വിനയം തരണം, വിവേകം തരണം. 4-മത്തത് വൽ ഇനാ, പടച്ചോനെ ഐശ്വര്യം തരണം. ഞാൻ അവസാനിപ്പിക്കുക. അള്ളാഹു വെങ്ങിങ്കി തരുന്നതിൽ ഐശ്വര്യം തരണം. 1 കോടി റുപ്യ പടച്ചോൻ തന്നാലും ഐശ്വര്യം ഉണ്ടാവണമെന്നില്ല. ഇന്ന് പലർക്കും അതേ ഉള്ളൂ. അത്യാവശ്യം പൈസ ഉണ്ട്, വലിയ പൊരണ്ട്, ലക്ഷറി കാറുണ്ട്, സ്വൈര്യല്ല. എത്ര ആളുകളാ പരാതി പറയല്? എല്ലാം ഉണ്ട് ഉസ്താദേ, പക്ഷെ എന്തോ ഒരു സ്വൈര്യല്ലായ്മ, ഒരു സമാധാനമല്ല മനസ്സിനൊന്നും. പടച്ചോൻ എന്ത് തന്നാലും അതിൽ ഐശ്വര്യമില്ലെങ്കിലേ ആ കോടികൾ ഉണ്ട് എന്നല്ലാണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. 1 ഉറുപ്പ്യാണ് പടച്ചോൻ തരുന്നതെങ്കിൽ അതിലൊരു ബർക്കത്ത് ഉണ്ടാവണം. അല്ലാണ്ട് പടച്ചോൻ 1 ഉറുപ്പ്യക്ക് പകരം 1 ലക്ഷം ഉറുപ്പ്യ വരുമ്പം അല്ല എന്നെ ഭയങ്കര അങ്ങോട്ട് സ്നേഹിച്ചു എന്ന് ചിന്തിക്കണ്ട. അതിൽ ബർക്കത്തില്ലെങ്കിൽ ഏത് കാര്യത്തിലും ഐശ്വര്യം ഉണ്ടാവണം. കുടുംബത്തിൽ, ദാമ്പത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ദാമ്പത്യങ്ങൾ അഭിനയിച്ച് ജീവിക്കുന്നത്, ഒരു ഐശ്വര്യവും ഇല്ല. അങ്ങോട്ടും അഭിനയിച്ച് ജീവിക്കുക. ഓക്കോനെയും കണ്ടുകൂടാ, ഓനോളെയും കണ്ടുകൂടാ. പിന്നെ മക്കളായപ്പോയതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക തന്നെ. തിന്നാൻ കിട്ടുന്നുണ്ട്, കൊടുക്കാൻ പറ്റുന്നുണ്ട്, പുരയിൽ ജീവിക്കുന്നുണ്ട്. ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ പോലും കെട്ടിയ പെണ്ണിനൊന്നും മാറത്തേക്ക് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത് നാളെ അള്ളാന്റെ കോടതിയിൽ മനസ്സമാധാനത്തോടെ എനിക്ക് ഉത്തരം പറയാൻ പറ്റണമെന്ന് ചിന്തിക്കലുണ്ടോ? ഇല്ല. തിന്നും അങ്ങോട്ട് ഇരിഞ്ഞടക്കും, തിന്നും ഇങ്ങോട്ട് ഇരിഞ്ഞടക്കും. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, മരം കയറാൻ അറിയുന്ന കൊരങ്ങന്റെ കൈമേൽ ഏണി കിട്ടിയ മാതിരി ഫോണും കൂടി കിട്ടിയപ്പോൾ 10ാം ക്ലാസ്സിലെ ബന്ധമുണ്ട്. എല്ലോ അഭിനയങ്ങളാ. ആർക്കും ഒരു ഐശ്വര്യമല്ല. വാഹനത്തിൽ ഐശ്വര്യമുണ്ടോ? കുടുംബത്തിൽ ഐശ്വര്യമുണ്ടോ? പൈസയിൽ ഐശ്വര്യമുണ്ടോ? ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും ഐശ്വര്യമല്ല. അല്ല എന്ത് തന്നാലും പടച്ചോൻ തന്നതിൽ ഒരു ഐശ്വര്യം റബ്ബിനോട് ചോദിക്കണം. റബ്ബെ എനിക്ക് അതിലൊരുങ്ങി ഐശ്വര്യം തരണേന്നതാണ്. അതെത്ര കുറച്ചായാലും കൂടുതലായാലും ഉള്ളയിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം റബ്ബേ. ഞാനൊരു ഉദാഹരണം പറയലുണ്ട്. ഒരു ഐശ്വര്യവും ഇല്ലാത്ത, ഒരു സമാധാനവും ഇല്ലാത്ത ഒരു പിയാപ്ലൻ്റെ കൂടെ 1.5 കോടി ഉറുപ്പ്യൻ്റെ ബെൻസ് കാറിൽ പോകുന്നതിനേക്കാളിലും രസാ ഒരു 5 പൈസക്ക് അല്ലെങ്കിൽ ഒരു 10 ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് പെട്ടിയ പെണ്ണുങ്ങൾക്ക് ഒരു പരിപ്പടയായിട്ട് വന്ന് പൊരൻ്റെ ഉള്ളിൽ കുത്തിരുന്ന് ചായ കുടിക്കുന്നു. എൻ്റെ ഐശ്വര്യം വലിയ പുരയിലൊന്നും ഉണ്ടായിക്കൊള്ളുന്നു. എന്നാൽ വലിയ പുരയിൽ ഇതില്ല എന്നല്ല, വലിയ പുരയിലുണ്ടെന്നാൽ ചെറിയ പുരയിലും ഇല്ലാത്തതുണ്ട്.
പടച്ചോനോട് ഐശ്വര്യം തോന്നണം, എന്തിലൊരു ഐശ്വര്യം ഉണ്ടാവണം. എന്ത് കാര്യം പടച്ചോൻ തരികയാണെങ്കിൽ പടച്ചോനെ ഇനി വെറുതെ തരരുത്, അതിലൊരു സമാധാനം ഉണ്ടാവണം, അതിലൊരു ഐശ്വര്യം ഉണ്ടാവണം. ആ ഐശ്വര്യ ഇന്ന് കുടുംബത്തിൽ നിന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഐശ്വര്യം പടച്ചോനോട് ചോദിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ലൈസൽ ഇനാ അൻ കസറത്തിൽ അർള് വലാകിന്നൽ ഇനാ ഇനൻ നഫ്സ്. ഒരുപാട് തിന്നാനുണ്ടാവുക, വലിയ വീടാവുക, സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം. വലാകിന്നൽ ഇനാ ഇനൻ നഫ്സ്, ഉള്ളതിൽ സന്തോഷത്തോടെ തൃപ്തിപ്പെട്ട് ചെറുതാണെങ്കിലും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റണം. ചില വാപ്പാരൊക്കെ മക്കൾക്ക് വലിയ കൊമ്പത്തെ തറവാട് നോക്കി പൈസ നോക്കി കെട്ടിക്കും. അവസാനം 4-ാം മാസം മോള് കണ്ണീരേറ്റ് വരുമ്പോൾ ചില വാപ്പാർ പറയുന്നത് കാണല്ലേ, ഞാൻ നോക്കിയതൊക്കെ വെറുതെ ആയിപ്പോയി, ഇതൊന്നും അല്ല അതിനും വേണ്ടതെന്ന്. ഐശ്വര്യം മനസ്സിലുണ്ടാവണം, ഐശ്വര്യം സമാധാനത്തിലൂടെ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഏത് കാര്യം പടച്ചോൻ തന്നാലും അള്ള തൊട്ടപ്പുറത്ത് അതിനെക്കൊണ്ട് പരീക്ഷിക്കുന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം. നമുക്ക് കിട്ടുന്ന ഏത് അനുഗ്രഹങ്ങളും നമ്മളത് അനുഗ്രഹമാണെന്ന് വിചാരിച്ചാലും അത് അനുഗ്രഹം അല്ലാണ്ടാക്കി മാറ്റാൻ റബ്ബിന് നിമിഷം മതി. നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ല അത് കിട്ടിയല്ലോ എന്ന്. പക്ഷെ അത് അനുഗ്രഹം അല്ലാണ്ടാക്കാൻ പടച്ചോൻ്റെ ഒരു സെക്കൻഡ് മതി. ഒരു ഉദാഹരണം പറയാറുണ്ട്. ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ ആയിരുന്നു കെവിൻ കാർട്ടൻ. ഞാൻ അവസാനിപ്പിക്കാട്ടോ, അതുകൂടി പറഞ്ഞാൽ നിർത്തും. കെവിൻ കാർട്ടൻ അന്ന് ലോകപ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറാണ്. ജർമ്മനി എന്ന രാജാധികാര ഭരണകൂടം അദ്ദേഹത്തെ സൊമാലിയയിലേക്ക് പറഞ്ഞയച്ചു. എന്തിന്? പട്ടിണിയുടെ ചിത്രങ്ങൾ എടുക്കാൻ. അന്ന് അദ്ദേഹം സൊമാലിയയിലേക്ക് കാലുകുത്തി. സൊമാലിയയിലെ പല ഗ്രാമങ്ങളിലൂടെയും അദ്ദേഹം നടന്നു പട്ടിണിക്കാരുടെ ഫോട്ടോ എടുക്കാൻ. അദ്ദേഹം ആഗ്രഹിച്ചൊരു ഫോട്ടോ ഒന്നും കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം തിരിച്ചു പോകുന്നതിൻ്റെ തലേന്ന് അദ്ദേഹം ഒരു ചിത്രം കണ്ടു, അല്ലെങ്കിൽ ഒരു രംഗം കണ്ടു. സൊമാലിയയിലെ വറ്റി വരണ്ട ഭൂപ്രദേശത്തു കൂടി ഒരു വയലിലൂടെ എല്ലും തോലുമായൊരു പാവം പെൺകുട്ടി ദാഹിച്ച് ഇങ്ങനെ മുട്ടിലയഞ്ഞിങ്ങനെ നീങ്ങുക. വയലിൽ കൂടെ പൊരി വെയിലത്ത് ആ വയലിലൂടെ ആ പെൺകുട്ടി ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ചലനമില്ലാണ്ടാവും, പിന്നെയും ശ്വാസം എടുത്തിട്ട് ആ പെണ്ണ്, ആ ചെറിയ പെൺകുട്ടി എല്ലും വാരും ഒക്കെ ഉന്തി എല്ലും തോലുമായ പെൺകുട്ടി ഇങ്ങനെ എഴഞ്ഞു നീങ്ങും. അദ്ദേഹത്തിന് അതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു കഴുകൻ പറന്നു വന്ന ആ പെൺകുട്ടീൻ്റെ ബേക്കിൽ ഇങ്ങനെ കാത്തുക്കും. നിങ്ങൾ കണ്ടതായിരിക്കും ആ ചിത്രം. ആ കഴുകൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഈ കുട്ടി ഒന്ന് മരിച്ചു കിട്ടി അതിനെ കൊത്തി തിന്നാന്ന. ഈ കുട്ടി ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഒരിറക്ക് വെള്ളം കിട്ടിയെങ്കിൽ ഒന്ന് ജീവിക്കാന്ന. പട്ടിണിയുടെ 2 മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം കെവിൻ കാർട്ടൻ വീഡിയോയിൽ പകർത്തി ഫോട്ടോ എടുത്തു. അദ്ദേഹം അയച്ചു കൊടുത്ത ആ ഫോട്ടോ ലോക പ്രശസ്തമായി. രാജ്യങ്ങൾ ഭേദിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പാരിതോഷികങ്ങൾ കിട്ടി. രാജ്യങ്ങൾ മുഴുവനും കൊടുക്കാവുന്ന സമ്പത്തിന്റെ വലിയ അംഗീകാരങ്ങളാ കെവിൻ കാർട്ടൻ കൊടുത്തു. ആ 2 ചിത്രങ്ങളെ കൊണ്ട് അദ്ദേഹം ലോക പ്രശസ്തനായി. 8 മാസം, 1 വർഷത്തിലധികം അദ്ദേഹത്തിന് അതിന്റെ പേരിൽ കോടിക്കണക്കിന് സമ്പത്തുകൾ കിട്ടി, അംഗീകാരം കിട്ടി. പല രാജ്യങ്ങളും അദ്ദേഹത്തെ ക്ഷണിച്ചോണ്ട് പോയി, അദ്ദേഹത്തിന് പൂമാലകൾ കൊടുത്തു. കാരണം വല്ലാത്തൊരു രംഗാണ് ആ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്നുണ്ടത്. മരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞും അതിന്റെ ബേക്കിൽ അത് മരിച്ചു കഴിഞ്ഞാൽ തിന്നാൻ കാത്തു നിൽക്കുന്ന ഒരു കഴുകനും. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാനത്തൊരു മീറ്റിംഗിനിടയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൂട്ടം കൂടിയിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ആ ഫോട്ടോയെപ്പറ്റി ചർച്ച ചെയ്ത് അദ്ദേഹം രോമാഞ്ചം കൊള്ളുമ്പം, അദ്ദേഹത്തിന്റെ ആ കഴിവും അദ്ദേഹത്തിന്റെ ക്ലിക്കും ഒക്കെ പറ്റി വാചാലമാകുമ്പം, സദസ്സിലുള്ള ഒരു 21ാം ക്ലാസ് വിദ്യാർത്ഥി പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, കെവിൻ കാർട്ടൻ, എനിക്കൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ചോളൂ. ആ ചിത്രത്തിൽ അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു? കെവിൻ കാർട്ടൻ എന്ന മനുഷ്യൻ കൂളായി പറഞ്ഞു, ഒരു കഴുകൻ. ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു കഴുകനേ ഉള്ളൂ. ഉടനെ പെൺകുട്ടി പറഞ്ഞു, അല്ല കെവിൻ കാർട്ടൻ, അവിടെ 2 കഴുകന്മാരുണ്ടായിരുന്നു. ഒന്നാ കുഞ്ഞിനെ കൊന്നു തിന്നാൻ കാത്തു നിൽക്കുന്ന യഥാർത്ഥ കഴുകനും, രണ്ടാമത്തത് ആ ക്ഷീണിച്ചെല്ലും തോലുമായ പെൺകുട്ടിക്ക് 1 ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ആ ഫോട്ടോ എടുത്ത് വൈറലാവാനും പണം സമ്പാദിക്കാനും നിന്ന നിങ്ങളും ആ കഴുകനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് കെവിൻ കാർട്ടൻ? ആ കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്നോ, ആ കുട്ടി ജീവിച്ചെന്നോ, ആ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും താങ്കളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ, ആ മരിക്കാനിരിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് ലാഭം കൊയ്ത കെവിൻ കാർട്ടൻ താങ്കളും കഴുകനും ഒരേപോലെയാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പം അന്ന് വരെ അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്ന കെവിൻ കാർട്ടന്റെ കണ്ണു നിറയാൻ തുടങ്ങി. മാസങ്ങളോളം അദ്ദേഹം വീട്ടിന്റെ പുറത്തിറങ്ങാതായി. വിഷാദരോഗം ബാധിച്ചു. അവസാനം വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ സർവ്വസമ്പത്തുകളും സാധുക്കൾക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. നമ്മൾ ചിന്തിച്ചു നോക്കി മനുഷ്യരെ, റബ്ബ് തരുന്നത് എന്തിൻ്റെ പിന്നിലും എന്തിൻ്റെ അപ്പുറവും റബ്ബിന് വിചാരിച്ചാൽ അത് നശിപ്പിക്കാൻ പറ്റും. പടച്ചോൻ 1 ലക്ഷം ഉറുപ്പിക വരുമ്പോഴേക്കും അത് ഭയങ്കര ഐശ്വര്യാന്ന് കരുതണ്ട. ആ 1 ലക്ഷം കൊണ്ട് പടച്ചോൻ സകല ഐശ്വര്യക്കേടും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കണം. ആരോഗ്യം പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ പടച്ചോനെ ഈ ആരോഗ്യത്തിൻ്റെ ഐശ്വര്യം തരണേ എന്ന് വിചാരിക്കണം. അല്ലാണ്ട് ഈ ആരോഗ്യം നശിക്കുന്നത് ആണെങ്കിൽ
നഷ്ടപ്പെട്ടു പോകുന്ന ആരോഗ്യത്തെപ്പറ്റി പിന്നീട് നമ്മൾ കരയേണ്ടി വരും. ഈ 4 കാര്യങ്ങൾ റബ്ബിനോട് എപ്പോഴും ചോദിക്കേണ്ടതാ. ഇതിന് റബ്ബിനെ തരാൻ പറ്റും. ഞാൻ പട്ടിണി കിടന്ന് നിങ്ങൾക്ക് എനിക്ക് കിട്ടുണ്ടത്തരാ, ഞാൻ ഹോസ്പിറ്റലിലാണ് എനിക്ക് മരുന്നുണ്ടത്തരാ, പക്ഷെ ഈ 4 കാര്യങ്ങൾ റബ്ബിന് മാത്രം തരാൻ പറ്റുന്നതാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ, പടച്ചോനെ എനിക്ക് സന്മാർഗം വേണം, വത്തുക എനിക്ക് തഖ്വ വേണം, വൽ അഫാഫ എനിക്ക് വിവേകം വേണം, വിനയം വേണം, വൽ ഇനാ എനിക്ക് തരുന്നതിലൊക്കെ ഒരു ഐശ്വര്യം വേണം. ഇത് 4ഉം പടച്ചോൻ തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിസ്കാരവും നോമ്പൊക്കെ ജോറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ടാവും, തഖ്വയും ഉണ്ടാവില്ല, ഒരു കുന്തവും ഉണ്ടാവില്ല. അതങ്ങനെ ഒരു യാന്ത്രികമായിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും. കയ്യെട്ടുന്നുണ്ട്, സലാം വീട്ടുന്നുണ്ട്. ഇതിലിപ്പോൾ എന്താ ചെല്ലിയെന്ന് ചോദിച്ചാൽ അള്ളാഹു ആയാലും. തറാവിക്ക് നിൽക്കുന്നുണ്ട്, 11 കഴിയുന്നുണ്ട്, പകുതി ഉറങ്ങി എണീറ്റ് പോകുന്നുണ്ട്. എന്തൊക്കെ ഇപ്പം മൊയിലാർ ഓതിയെന്ന് ചോദിച്ചാൽ അള്ളാഹു ആയാലും. റമദാൻ ഇപ്പം 22 ആയല്ലോ, അൽഹംദുലില്ലാ 22 ആയി. ഒരു 6 എണ്ണം കൂടി 8 എണ്ണം കൂടി അല്ല ഉള്ളൂ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. അത്രയും ഉണ്ടാവും. അല്ലാണ്ട് പോവുകയാണല്ലോ റബ്ബേ, 22 ദിവസം എനിക്ക് 22 പേജ് ഓതാൻ പറ്റിയോ, 22 ദിവസം കൊണ്ട് എനിക്ക് പടച്ചോന്റെ മുൻപിൽ എൻ്റെ മനസ്സൊന്ന് കഴുകാൻ പറ്റിയോ, 22 ദിവസം കഴിഞ്ഞ് ഇനി 8 ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത റമദാനിലേക്ക് ഞാൻ ഉണ്ടാകുമോ, ബേജാറൊന്നും ഉണ്ടാവില്ല. തീരാനാകുകയാണല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രം. എല്ലാവരും അത്തരക്കാരെന്നല്ലോ. ഈ 4 കാര്യം പടച്ചോനോട് ചോദിച്ച് വാങ്ങേണ്ടതാ. 22 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഒരു തവണ ഇത് ചോദിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലേ? നമ്മളൊക്കെ വലിയ അബദ്ധങ്ങളിലേക്കാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ സങ്കടകരമായൊരു പര്യവസാനമായിരിക്കും നമുക്കുണ്ടാവും. അങ്ങനെ ആവാതിരിക്കാൻ ഓരോരുത്തരും ഈ പ്രാർത്ഥന നിർബന്ധമായും ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുക വൽ അഫാഫ വൽ ഇനാ. പടച്ചോനെ എനിക്ക് സന്മാർഗം വേണം. ഞാൻ മുസ്ലിം ആക്കിയതുകൊണ്ട് കാര്യമില്ല റബ്ബേ, കാരണം മുസ്ലിമായ അൻസാറും മുസ്ലിം അല്ലാത്ത അൻസാറും പടച്ചോന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അള്ളാഹ് ഹിദായത്ത് തന്നിട്ടില്ലെങ്കിൽ രണ്ടാളും ഒരേപോലെയാണ്. പേരുകൊണ്ടല്ല പടച്ചോൻ തീരുമാനിക്കുന്നത്, ഓന് കിട്ടിയ ജീവിതത്തിൻ്റെ സന്മാർഗം കൊണ്ടാണ്. അതുകൊണ്ട് നാദാ, ദീനനുസരിച്ച് ജീവിക്കാൻ, ഹക്കായ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് നാഥ. എല്ലാവരുടെ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസ്സോടുകൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അള്ളാഹുവേ, കടബാധ്യതയിൽപ്പെട്ട് ഹലാലായല്ലാത്ത പല സമ്പാദ്യങ്ങളിലും അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയവരുണ്ട് നാഥ. ഏറ്റവും എളുപ്പം ആ ഹറാമിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, ലോണിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാനും, ബാധ്യതകളില്ലാതെ കടം വീട്ടി മരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങളോട് നീ സഹായം ചെയ്ത് അനുഗ്രഹം കാണിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. ചെറിയ കുഞ്ഞടക്കം ആശുപത്രിയിൽ അങ്ങേയറ്റം വേദനിക്കുന്ന രോഗത്തിനടിമപ്പെട്ടവർ നാദാ, എല്ലാവരുടെ അസുഖങ്ങളും മാറ്റിക്കൊടുത്ത് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകി ഓരോ കുടുംബത്തിലും നീ സമാധാനം പ്രദാനം ചെയ്യണമേ. മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. റബ്ബേ, ഈ 22 നോമ്പുകളെ യഥാർത്ഥ നിലക്ക് ഉപയോഗപ്പെടുത്തി മനസ്സും ശരീരവും അള്ളാഹുവിങ്കലേക്ക് ചേർത്ത് നിർത്തി ഒരു നല്ല മുത്തക്കിയും മുഅ്മിനുമായി മരിക്കാൻ നീ ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഇനാ വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും.